സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് രാമേശ്വരത്താണ്. എൻ്റെ യാത്ര ഇന്ന് രാമനാഥപുരത്തു നിന്നും രാമേശ്വരത്തേക്കുള്ള ഇന്ത്യയുടെ തെക്കേ അറ്റമായ രാമേശ്വരത്തേക്കുള്ള ഒരു ബസ് യാത്രയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ രാമേശ്വരം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒന്നിക്കുന്ന ഇന്ത്യയുടെ അവസാന ഭാഗമാണ് രാമേശ്വരം. രാമേശ്വരത്തിന് വേറൊരു പ്രത്യേകത ഇവിടുത്തെ പാമ്പൻ പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദ്യത്തെ കടൽപ്പാലമായ പാമ്പൻ പാലം. ഇത് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ആദ്യം 1914 ഈ പാലം ആദ്യമായി ബ്രിട്ടീഷുകാർ ഇവിടെ നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ തെക്കേ അറ്റവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഗതാഗത സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ബ്രിട്ടീഷുകാർ ഈ റെയിൽവേ പാലം, പാമ്പൻ പാലം അന്ന് നിർമ്മിച്ചത്. പിന്നെ അതിനുശേഷം ആ പാലമൊക്കെ പ്രളയ സമയത്തൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നിങ്ങൾ അപ്പുറത്ത് കാണുന്ന ആ പുതിയ പാലം പണി പൂർത്തിയായത്. അങ്ങനെ ഇപ്പോൾ പണി പൂർത്തിയായതിനു ശേഷമാണ് കേരളത്തിൽ നിന്നും ഞങ്ങളെ അമൃത എക്സ്പ്രസ് ഇപ്പോൾ രാമേശ്വരം വരെ നീട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അമൃത എക്സ്പ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ ചിലവിൽ ഞങ്ങൾക്ക് ഇപ്പോൾ രാമേശ്വരത്ത് എത്തിച്ചേരാൻ പറ്റും. ട്രെയിനിൽ പോകുമ്പോഴാണ് ഈ പാലത്തിൻ്റെ ശരിയായ ഒരു ഗാംഭീര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത്രയും ഒരു മനോഹരമായ ഒരു കാഴ്ചയും തന്നെ ട്രെയിനിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ പാലത്തിന് കിട്ടുന്നുണ്ട്. ഈ പാലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ കപ്പൽ പോകുമ്പോൾ തുറക്കുന്ന ഒരു സംവിധാനം കൂടി ഈ പാലത്തിന് ഉണ്ട്. പിന്നെ ഈ പാലത്തിൻ്റെ ദൂരം വെച്ചാൽ 2.3 കിലോമീറ്ററോളം ഏകദേശം ദൂരം വരുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എന്നറിയപ്പെടുന്ന രാമേശ്വരത്തെ പാമ്പൻ പാലം. പിന്നെ ഈ രാമേശ്വരം എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശബരിമല സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ സ്വാമിമാരൊക്കെ കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരു പ്രത്യേക സൗന്ദര്യം, ഒരു പ്രത്യേക ഒരു ഫീല് തന്നെ ഞങ്ങൾക്ക് ഈ യാത്രയിൽ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഒരു ശാന്തമായ കടലും അതിനോട് അനുസരിച്ചുള്ള ഒരു പാലത്തിൻ്റെ ഒരു ഗാംഭീര്യവും, ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെ ഞങ്ങൾക്ക് ഈ പാലത്തെ വിശേഷിപ്പിക്കാം. നിങ്ങൾ ഇപ്പം തന്നെ ഊഹിച്ചാൽ പോരെ, എത്ര സമയമായി ഈ ബസ് ഈ പാലത്തിൽ കയറിയിട്ട്. ഇത്രയും സ്പീഡിലാണ് ബസ് പോകുന്നത്, എന്നിട്ടും പാലം എൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കപ്പൽ പോകുമ്പോൾ തുറക്കുന്നൊരു സംവിധാനം കൂടി ഈ പാലത്തിനുണ്ട്. അതാണ് നിങ്ങൾ ആ കാണുന്നത്. കപ്പൽ പോകുമ്പോൾ തുറക്കുന്നൊരു സംവിധാനമാണ് അത്. അതാണ് ഈ പാലത്തിൻ്റെ വേറൊരു പ്രത്യേകത. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ പാലത്തിന് മുകളിൽ നിന്നും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ സ്വാമിമാരൊക്കെ കാണാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ, യൂട്യൂബിൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് അടിക്കുക. അടുത്ത നല്ലൊരു ഇതേപോലുള്ള വീഡിയോയുമായി ഞങ്ങൾക്ക് വീണ്ടും കാണാം.